നിന്ന് പോകുമ്പോൾ ദൈവമേ അവർക്കൊരു പുതിയ അനുഗ്രഹത്തെ കൊടുത്തു വിടണമേ. ഒരു പുതിയ വിടുതൽ അവരുടെ മേലുണ്ടാകണമേ. ഒരു പുതിയ വഴി അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ. വേറൊന്നും അവിടെ സംഭവിച്ചില്ല. ഒരു പുതിയ ഹൃദയം നൽകിയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവം അതെന്താ അങ്ങനെ? ചിലപ്പോൾ നമ്മൾ പറയില്ല, എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മകൾ ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ സാഹചര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ എത്ര നാളായി ഇങ്ങനെ സഹിക്കുന്നു, എത്ര നാളുകളായി ഞാനിങ്ങനെ ബുദ്ധിമുട്ടുന്നു. ആ വിഷയത്തിലെല്ലാം പറ, ഒരു പുതിയ ഹൃദയം എന്ന പോലെ ഒരു പുതിയ മാറ്റം അവിടെ കൊണ്ടുവരണമേ. ഒരു പുതിയ സൗഖ്യം അവിടെ ഉണ്ടാകണമേ. പുതിയൊരു വിടുതൽ അവിടെ കൊണ്ടുവരണമേ. പുതിയൊരു വഴി തുറന്നു തരണമേ. പുതിയൊരു മാർഗം കാണിച്ചു തരണമേ. പുതിയൊരു ജോലി എനിക്ക് തരണമേ. പുതിയൊരു ഇൻ്റർവ്യൂവിന് എനിക്ക് പോകാൻ പറ്റണമേ. എനിക്ക് ആ രാജ്യത്ത് എനിക്ക് ആ PR ശരിയാകണമേ. കാരണം ദൈവത്തോടുള്ള ബന്ധത്തിലാണ് പുതിയ അനുഗ്രഹമുണ്ടാകുന്നത്. സാവൂളിന് വേണമെങ്കിൽ അവിടെ തന്നെ ഇരുന്നാൽ പോരായിരുന്നോ? എന്തിനെങ്ങനെ പോയി പ്രാർത്ഥിക്കണമെന്നൊക്കെ ചിന്തിച്ച് അവിടെ ഇരുന്നാൽ പോരായിരുന്നോ? അല്ല, വന്നു പ്രാർത്ഥിച്ചു. സാമുവേലിൻ്റെ അടുക്കൽ വന്നു പ്രാർത്ഥിച്ചു. ചില സ്ഥലത്ത് നമ്മൾ പോയി പ്രാർത്ഥിക്കണം. ചില വ്യക്തികളെ കണ്ട് തന്നെ പ്രാർത്ഥിക്കണം. അതനുഗ്രഹമാണ്. അടുത്ത വാക്യം നോക്കൂ. സാമുവേൽ പറഞ്ഞതെല്ലാം. അപ്പോൾ സാമുവേൽ എന്തൊക്കെയോ പറഞ്ഞു. സാമുവേൽ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ. പ്രാർത്ഥനയിൽ ദൈവം പറയുന്നത് അന്ന് തന്നെ സംഭവിക്കും. വിശ്വാസത്തോടെ പറയുന്നത് അന്ന് തന്നെ സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് അന്ന് തന്നെ ഉത്തരം കിട്ടും. അന്ന് തന്നെ അത് സംഭവിച്ചു എന്ന്. അന്ന് തന്നെ വചനം കേൾക്കുന്ന ഇന്ന് തന്നെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണം. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം ഉണ്ടാകണമേ. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ എൻ്റെ കുടുംബത്തിനകത്തൊരു അനുഗ്രഹത്തെ അങ്ങ് അയക്കണമേ. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ ഈ രോഗം സൗഖ്യമാകണമേ. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തൊരു വലിയ വിടുതൽ സംഭവിക്കണമേ. ഒരത്ഭുതം സംഭവിക്കണമേ. ഇന്നു തന്നെ, അന്നു തന്നെ. ഈ വചനങ്ങൾ ശരിക്കും ചിന്തിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ എടുക്കുന്ന സമയത്തു തന്നെയാ ചില അനുഗ്രഹങ്ങളും എനിക്കുള്ള നന്മകളും ഉണ്ടായി വരുന്നത്. എൻ്റെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന സമയത്തുമാണ്.